ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. റാഗി കൊണ്ടുള്ള വട്ടയപ്പം. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന അരി കൊണ്ടുള്ള വട്ടയപ്പമൊക്കെ മാറി നിൽക്കും. അത്ര രുചി, നല്ല പഞ്ഞി പോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം നമുക്ക് റാഗി കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. നമ്മളെപ്പോഴും കുട്ടികൾക്ക് വറുത്തതും പൊരിച്ചതും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതിന് വരെ ഇതുപോലെ ഹെൽത്തി സ്നാക്കൊക്കെ ഇടയ്ക്കെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ടേ. അപ്പോൾ നമുക്ക് റെസിപ്പി കാണാം. ഇപ്പോൾ നമ്മുടെ റാഗി വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 1.5 കപ്പ് റാഗി പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ച റാഗി പൗഡറാണ്. നമ്മൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന റാഗി പൗഡറാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇതിപ്പോൾ 240 ml കപ്പിൽ ഒരു 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. ഇതൊരു ബാറ്റർ ഫോമിലൊന്നാക്കിയെടുക്കണം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് ഒരു മാവ് പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഞാൻ 1 കപ്പ് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 1/4 ഭാഗം ഇതിലേക്ക് ചേർത്തു. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് എളുപ്പമാണ്. നമ്മളിതൊരു മിക്സ് ചെയ്തെടുക്കാൻ അങ്ങനെ കട്ടയൊന്നും പിടിക്കില്ല. നമ്മൾ ഗോതമ്പ് പൊടിയൊക്കെ മിക്സ് ചെയ്യുമ്പം ഒരുപാട് കട്ട പിടിക്കില്ലേ, ഇതങ്ങനെയല്ല. മൊത്തത്തിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. വെള്ളത്തിൻ്റെ അളവ് നോക്കണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും മാറും കേട്ടോ, കൂടുകയോ കുറയോ ചെയ്യും. അപ്പോൾ ഇത് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അരിയൊക്കെ അരയ്ക്കാൻ എടുക്കുന്ന ജാറിലേക്ക് മാവ് മൊത്തം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങ ചിരക്കിയത്. ഞാനൊരു വലിയ പിടി തേങ്ങ ചിരക്കിയത് എടുത്തിട്ടുണ്ട്. കപ്പിൻ്റെയൊക്കെ കണക്കിൽ പറയുകയാണെങ്കിൽ ഒരു 1/4 കപ്പ് ഉണ്ടാവും. അപ്പോൾ അതിട്ട് കൊടുത്തു. പിന്നെ വേണ്ടത് ചോറും ഒരു വലിയ പിടി സെയിം അളവ് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു 1/4 കപ്പ് എടുക്കുക. ഇനി മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർക്കാം. ഞാനൊരു 8 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല മധുരമുണ്ട്. നമുക്ക് മധുരം വേണമെങ്കിൽ കുറയ്ക്കാം കേട്ടോ. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്നൊരു മധുരമാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക ഇട്ട് കൊടുക്കാം. 6-7 ഏലക്കയുടെ സീഡ്സ് ഇട്ട് കൊടുത്തു. ഇത് ഈസ്റ്റ് ഒരു 1/4 ടീസ്പൂൺ. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ എടുത്തേക്കുന്നത്. ആക്റ്റീവ് ഡ്രൈഡ് ഈസ്റ്റ് ആണെങ്കിൽ 1/4 ടീസ്പൂൺ ഈസ്റ്റും ഒരു ടീസ്പൂൺ പഞ്ചസാരയും ഒരു 2 ടേബിൾ സ്പൂൺ ചെറു ചൂടുവെള്ളവും ഒഴിച്ച് ഒന്ന് ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇതിൽ ഞാനിനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ ബൗളിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് അതും കൂടെ ഇതിലേക്ക് ചേർത്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ഇനി നമ്മളിതൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് ഇത് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനെയും ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുക്കുന്ന പാത്രം നല്ല വലിയ സൈസിലുള്ള പാത്രമായിരിക്കണം. നമ്മുടെ മാവ് ഫെർമെൻ്റ് ആയി വരുമ്പം അതിൻ്റെ അളവ് ഡബിൾ ആകും. അപ്പോൾ അത് കൺസിഡർ ചെയ്ത് ഒരു വലിയ പാത്രം വേണം എടുക്കാൻ. ഇനി ഇത് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അടച്ച് ഒരു വാം പ്ലേസിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ നാട്ടിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ ഒരു 3 മണിക്കൂറും കൊണ്ട് തന്നെ ഇത് ഫെർമെൻ്റ് ആയി കിട്ടും. തണുപ്പ് സ്ഥലത്തൊക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ സമയം എടുക്കും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ അത് ഫെർമെൻ്റ് ആയി വരട്ടെ. ആ സമയം കൊണ്ട് കുറച്ച് പണിയുണ്ട്, ഒരു ചെറിയ പണിയുണ്ട്. ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പീനട്ട്സ് ഇട്ട് കൊടുക്കാം. ഇതൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നിടം വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. സാധാരണ വട്ടയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ മേളിൽ കുറച്ച് കാഷ്യൂനട്ടും നമ്മൾ റൈസിൻസും ഒക്കെ ഇടാറുണ്ടല്ലോ. അപ്പോൾ അത് നെയ്യിലൊന്നും വറുത്തല്ല ഇടുന്നത്. നമ്മളിപ്പം നെയ്യിൽ ഫ്രൈ ചെയ്ത് ഇടുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ആ നെയ്യുടെ ഫ്ലേവർ കൂടെ വരുമ്പോൾ. ഒരു 2 ടേബിൾ സ്പൂൺ റൈസിൻസ് കൂടെ ഇട്ട് കൊടുത്ത് അതുപോലെ ബലൂൺ പോലെ ഇങ്ങനെ വീർത്ത് വരുന്നിടം വരെ കുക്ക് ചെയ്യുക. എന്നിട്ട് നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ആ നെയ്യോട് കൂടി തന്നെ മാറ്റുക കേട്ടോ. ആ ബാക്കി വന്ന നെയ്യ് കൊണ്ട് ഞാൻ പ്ലേറ്റും കൂടെ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു പ്ലേറ്റിലാണ് ഞാൻ ചെയ്യുന്നത്. നമുക്ക് കേക്ക് ടിന്നിൽ വേണമെങ്കിൽ കേക്ക് ടിന്നിൽ ചെയ്യാം, കുറച്ചുകൂടെ വലിയ പാത്രത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിനെയും ഇളക്കിയൊന്നും കൊടുക്കുന്നില്ല കേട്ടോ. നമ്മൾ ഇതുപോലെ തന്നെ എടുത്ത് പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിൽ ഉപ്പൊക്കെ ചേർത്താണ്. അപ്പോൾ ഇനിയും ഉപ്പൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ തന്നെ എടുത്ത് അപ്പോൾ അതോടുകൂടി പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല ഒരു ടെക്സ്ചറിൽ, നല്ല പഞ്ഞി പോലത്തെ ടെക്സ്ചറിൽ നമുക്ക് ഈ ഒരു വട്ടയപ്പം കിട്ടും. ബാക്കിയുള്ള മാവ് അടച്ചു വെക്കുക. ഇനി ഇത് നമുക്ക് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം.
അപ്പോൾ ഇപ്പോൾ നമ്മൾ നട്ട്സ് ഒന്നും ചേർക്കുന്നില്ല. ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് തുറന്ന് മാവൊന്ന് ചെറുതായിട്ടൊന്ന് കുക്കായതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ പീനട്ട്സും റൈസൻസും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് അകത്തോട്ടങ്ങ് സിങ്കായി പോവില്ല. ഇനി ഇത് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ ഞാനത് സ്റ്റീം ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മുടെ വട്ടയപ്പമൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഈ പ്ലേറ്റിൽ വെച്ച് തന്നെ നമുക്ക് കട്ട് ചെയ്യാം. ഞാനിതിപ്പോൾ ഡിമോൾഡ് ചെയ്യാണ്, വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന മെഷർമെൻറ്റിൽ എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കുകയാണെങ്കിൽ ഈ ഒരു സൈസിലെ 2 വട്ടയപ്പം നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തതിൻ്റെ അകത്തെ ടെക്സ്ചർ കാണിക്കാം. നമ്മൾ ഈ വട്ടയപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ എന്തായാലും ഈ ഗാർണിഷിങ് പാർട്ട് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ആ ഒരു നെയ്യുടെ ഫ്ലേവറും പിന്നെ നമ്മൾ ആ വട്ടയപ്പം കഴിക്കുമ്പം ആ റൈസൻസും പീനട്ട്സും ഒക്കെ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ സൂപ്പർ ടേസ്റ്റിയാണേ. അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ കണ്ടോ, നല്ല സ്പോഞ്ചി നല്ല സോഫ്റ്റായിട്ടുള്ള വട്ടയപ്പമാണ്. ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മെഷർമെൻറ്റൊക്കെ വെച്ച് ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ.